ആയിരക്കണക്കിന് വെറൈറ്റി ഹൈബ്രിഡ് ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഒരുമിച്ച് പൂത്തുകിടക്കുന്ന അത്ഭുത കാഴ്ച കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് നമ്മളിന്ന് പോകുന്നത്. ജിജോ എന്ന ബാലൻ സംരക്ഷിച്ചു പോരുന്ന, അതും സ്വന്തം വീട്ടിൽ സംരക്ഷിച്ചു പോരുന്ന ഈയൊരു ഗാർഡൻ അത്ഭുത കാഴ്ച തന്നെയാണ്. അവനും അവൻ്റെ പേരൻസും കൂടി സംരക്ഷിക്കുന്ന അത്ഭുത കാഴ്ച കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ. കാരണം ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ വളർത്താം, അതിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ തന്നെയാണ് ഈ വീഡിയോ. ഹായ്, എൻ്റെ പേര് ജിജോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു 200ഓളം വെറൈറ്റീസ്, 200-ൽ കൂടുതൽ വെറൈറ്റീസിൻ്റെ കളക്ഷനുണ്ട്. ഞങ്ങളുടെ ഗാർഡൻ്റെ പേര് സ്പേത്തോ പാരഡൈസ് ആണെന്നാണ്. ഇതിൻ്റെ സ്ഥലം വരുന്നത് നെയ്യാറ്റിൻകര മാരായമുട്ടം. ഗ്രൗണ്ട് ഓർക്കിഡിന് ഞങ്ങൾ കൊടുക്കുന്ന വളം ജൈവവളം മാത്രമേ നമ്മൾ മെയിനായിട്ട് കൊടുക്കാറുള്ളൂ. അതിൽ പോട്ട് ചെയ്തിട്ട് ഒരു 2 മാസം കൂടുമ്പോഴാണ് വളം കൊടുക്കുന്നത്. ഫസ്റ്റത്തെ ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു വളമൊക്കെ കുറഞ്ഞു തുടങ്ങും. അതിന് ഗ്രോത്തിന് ആവശ്യമായ വളങ്ങൾ കുറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ആദ്യം കൊടുക്കുന്നത് ആട്ടിൻകാഷ്ടം പൊടിച്ചിട്ട് അതിൻ്റെ ഈ പുറമേയുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട്, പോട്ടിലുള്ള പുറമേയുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ച അപ്പോഴേക്കും അതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഒരു 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ അടുത്തൊരു ഈ കടലപ്പുണ്ണാക്ക് അത് വെള്ളത്തിൽ പുളിപ്പിച്ച് വയ്ക്കും. 3 ദിവസം പുളിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ തീരെ ചോട്ടിൽ വീഴാതെ അതിൻ്റെ ചുറ്റിലും അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൊത്തൊന്നും അധികം ഈ ചോട്ടിൽ വീഴാതെ, കൊത്തങ്ങനെ അരിച്ച് മാറ്റണമെന്നില്ല, എന്നാലും തീരെ ചോട്ടിൽ വീഴാതെ ആ ചുറ്റിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഈ കടലപ്പുണ്ണാക്ക് കൊടുക്കുന്നത് ഫ്ലവറിങ്ങിന് നല്ല ഹെൽപ്പ് ചെയ്യും. ഒരു കടലപ്പുണ്ണാക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മാസത്തോളം അധികം വളം ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഗ്രോത്ത് വന്നോളൂ. അതിൽ തീരെ ഗ്രോത്ത് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഈ ആട്ടിൻകാഷ്ടം പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മെയിനായിട്ട് ഞങ്ങൾ ഇതിന് കൊടുക്കുന്നത് ആട്ടിൻകാഷ്ടമാണ്. ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ചീയണ ഒരു പ്രശ്നം വരണുണ്ട്. ആട്ടിൻകാഷ്ടമാണെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല എഫക്റ്റീവായിട്ട് വളം കിട്ടുകയും ചെയ്യും. തീരെ അങ്ങനെ പ്ലാന്റ് കേടായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒച്ചിന്റെ ശല്യം ഉണ്ടോ? നമുക്ക് ഒച്ചിന്റെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് അങ്ങനെ ഒച്ചിന്റെ പ്രശ്നം വരാറില്ല. ഇല്ല. പിന്നെ ഈ ഫ്ലവർ തിന്നുന്ന ഒരു കരിച്ചയുടെ പ്രശ്നമുണ്ട്. അതിനൊരു എന്തെങ്കിലും മാക്സിമം അതിനെ കൈകൊണ്ട് ഇളക്കി കളയാനേ നോക്കൂ. എന്ന് വെച്ചാൽ അത് ഒരു മഞ്ഞ വണ്ട് വന്നിട്ട് മുട്ടയിട്ട് വീണ്ടും അതിൽ പുഴുക്കളായി അങ്ങനെ ഫ്ലവർ മുഴുവൻ തിന്ന് തീർക്കുന്ന പ്രശ്നമുണ്ട്. അതിന് തീരെ പറ്റാതാകുമ്പോൾ മാത്രം എന്തെങ്കിലും കെമിക്കല് എക്കാലക്സ് അങ്ങനെ പോലത്തെ കൊടുക്കാവും. ഈ ഇതിന്റെ ഡോസ് കൂടി കഴിഞ്ഞാൽ ഈ ഫ്ലവറിൽ സ്പ്രേ ചെയ്യുമ്പോൾ ആ സ്പ്രേ ചെയ്യുന്ന അതേ ഡോട്ട് ഇതിൽ വരും. നല്ല ഒരു ഡോസ് കുറച്ച് കൊടുക്കുക. ഞങ്ങളുടെ വെറൈറ്റീസ് സെയിൽ മെയിനായിട്ടും ഓൺലൈനായിട്ടാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസിൻ്റെ ഫ്ലവർ ഇതൊക്കെ കാണാനും പറ്റും. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരളത്തിലായാലും പുറത്തായാലും നിങ്ങൾക്ക് DTDC സ്പീഡ് പോസ്റ്റ് ഇതുവഴിയൊക്കെ അയച്ചു തരാൻ പറ്റും. ഞങ്ങളിപ്പോൾ പോട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഞങ്ങൾ പോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തരുന്നതും ഇതിൻ്റെ ഒരു സൈസായിരിക്കും. ഇതിപ്പോൾ പിങ്ക് സ്റ്റാറിൻ്റെ ഒരു പ്ലാന്റാണ്. അതുപോലെ ഒരു യെല്ലോ സ്റ്റാറിൻ്റെ ഒരു ഇതേ സൈസിലുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചെടുത്ത ഒരു പോട്ടാണിത്. ഒരു വർഷം കൊണ്ട് ഏകദേശം ഈ സൈസ് നല്ല പരിചരണം ഉണ്ടെങ്കിൽ അങ്ങനെ ആയി കിട്ടും ഞങ്ങൾക്ക്. അത് ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ളതാണ്. പർപ്പിൾ വൈറ്റ് സ്റ്റാർ എന്ന വെറൈറ്റിയാണ്. ഞങ്ങളുടെ ഇവിടെ ഗാർഡനിൽ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴേ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇത് സെയിലിനായിട്ട് ഞങ്ങൾക്ക് ഒരു സിംഗിൾ ഷൂട്ടായിട്ടേ കിട്ടാറുള്ളൂ. ഇതിങ്ങനെ ബഞ്ചായിട്ട് ഒരുപാട് തൈകൾ വരുന്ന വെറൈറ്റി അല്ല, പക്ഷെ നിറയെ സ്പൈക്ക് വരും ഇതിൽ. ഇത് ഞങ്ങൾ പോട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആയ പ്ലാന്റ് ആണ്. അത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല, ഒരു അല്പം ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ ശേഷം ഡയറക്റ്റ് വെയിലോട്ട് ആക്കും. ഇതിലിപ്പോ തന്നെ മുട്ട വന്നു തുടങ്ങിയില്ലേ? അത് മുട്ട് വച്ചപ്പോ ചെറിയൊരു ബഡായിട്ടിരുന്നത് അത് ഫ്ലവർ ആവണേണ്. ഇങ്ങനെയുള്ള ബഡൊന്നും ഇതിൽ വിടാൻ പാടില്ല. പോട്ട് ചെയ്യണം, തുള്ളി കളയണം, എങ്കിലും പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആവും. മൂൺലൈറ്റ് യെല്ലോ എന്നാണ്. മൂൺലൈറ്റ് യെല്ലോ ഒരു തീരെ ഡാർക്ക് അല്ലാത്ത ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. ഇത് വേറെ ഒരാളുടെ സീഡ് വെറൈറ്റി നമുക്ക് തന്നതാണിത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ നൺ ഓർക്കിഡ്, ഡവ് ഓർക്കിഡ്, അങ്ങനെ ഒരുപാടുണ്ട്. ഞങ്ങളിവിടെ കളക്ഷൻ ചെയ്യുന്നത് ഈ സ്പേത്ത ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ വെറൈറ്റിയുടെ ഒരുപാട് വേരിയേഷൻസ് ആണ്. അതിലാണ് ഞങ്ങൾക്കൊരു 200-ൽ കൂടുതൽ കളക്ഷനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഈ തായ്ലൻഡ് വെറൈറ്റീസ്, ഈ കോമൺ ആയിട്ട് കാണുന്ന ഒരു യെല്ലോ ക്വീൻ, പിന്നെ ടെർസിയർ ലാവൻഡർ, അങ്ങനെയുള്ള വെറൈറ്റീസും പിന്നെ പുതുതായിട്ട് വരുന്ന തായ്ലൻഡ് വെറൈറ്റീസ് എല്ലാം തന്നെ ഞങ്ങളിവിടെ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഹോൾസെയിലായിട്ടും പോട്ട് അങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഞങ്ങൾ വെറൈറ്റീസ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഒരു സിംഗിൾ പ്ലാന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു 2-3 ഷൂട്ടുള്ള നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കും. ഓരോ വർഷം കൂടുന്തോറും സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അതേ ഒരു സൈസിലുള്ള ഒരു സിംഗിൾ പ്ലാന്റിനാണ് ഞങ്ങൾ ഓൺലൈൻ അയച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് വയ്ക്കുന്നതും കെയർ ചെയ്യുന്നതും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഐസ് ബ്ലൂവിൻ്റെ വെറൈറ്റിയാണ്. ഐസ് ബ്ലൂ ഞങ്ങളുടെ ഒറിജിനൽ ഐസ് ബ്ലൂ. ഇതിപ്പോൾ വെയിലത്തൊക്കെ ആയതുകൊണ്ട് കുറച്ച് കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറാണ്. ഡാർക്ക് വയലറ്റിൽ നടുക്ക് വൈറ്റ് കളർ ലിപ്പ് വരും. പ്ലാന്റ് കാണിച്ചു. പ്ലാന്റ് വന്നിട്ട് ഇങ്ങനെയാണ്. അല്ലെ ഫ്ലവർ കാണാനൊക്കെ നല്ലൊരു എടുപ്പാണ് അതിന്. ഓരോന്നും സെപ്പറേറ്റ് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാം. ഭംഗി അറിയുന്നത്. ഇതിന്റെ ബൾബും ആയാലും സിംഗിൾ ആയിട്ട് വന്നിട്ട് നല്ല ഉരുണ്ട ബൾബ്. അടീനിയത്തിന്റെ പോലെ നല്ലൊരു കട്ടിയുള്ള നല്ലൊരു പിങ്ക് സ്റ്റാർ എന്ന വെറൈറ്റിയാണ്. ഇതില് കാണുമ്പോൾ നമുക്കറിയാം നല്ല ഡാർക്ക് പിങ്ക് കളറിൽ ചെറിയൊരു ബോർഡർ വന്നിട്ട് നല്ല വൈറ്റ് കളർ, അതിലൊരു മഞ്ഞ ലിപ്പ്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഇത് ലീഫൊക്കെ വന്നിട്ട് കുറച്ചുകൂടി വീതി വന്നിട്ട് ഇതും കുറച്ച് സെൻസിറ്റീവാണ് വെറൈറ്റി. എന്നാലും ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം ഫ്ലവറായി അങ്ങ് നിന്നോളൂ. ഞങ്ങൾക്ക് അവസാനമായിട്ട് കളക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇതിൽ പ്ലാന്റ് വന്നിട്ട് ഒരു ഐസ് ബ്ലൂവിൻ്റെ അതേ ഷേപ്പിലാണ്. ഫ്ലവർ ഒരു യെല്ലോ. ഇതിൻ്റെ ഒരു യെല്ലോ ഫ്ലവറായിട്ട് നമ്മൾ ഫോട്ടോ കാണുമ്പോൾ സാൽമൺ ഡസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ കണ്ടില്ലേ, ഒരു ഐസ് ബ്ലൂവിൻ്റെ ഷേപ്പാണ് ശരിക്കും. നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. അതും നല്ലതായിട്ട് ഫ്ലവറും തരുന്നുണ്ട്. ശരിക്കും ഗ്രൗണ്ട് വർക്കായിട്ടാണെന്ന് തോന്നത്തില്ല അത്. അതെ. ഇതിലിപ്പോ സീഡ് വന്നുണ്ടോ? ഈ ഒരു സീഡ്, ഇതാണ് സീഡ്. ഈ റെയറിലൊക്കെ സീഡ് വരാൻ അല്പം പാടാണ്. ഇത് നമുക്കിപ്പോ ചെറിയ പോളിനേഷൻ ഒക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് സീഡ് ആവും. ഇതിൽ നിന്ന് കിട്ടുന്ന വെറൈറ്റി നല്ലൊരു വെറൈറ്റി അടിപൊളിയായിരിക്കും. മഞ്ഞയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മഞ്ഞയുടെ തന്നെ വെറൈറ്റി അല്ലേ? മഞ്ഞയുടെ തന്നെ വെറൈറ്റി ആയിരിക്കും. കണ്ട ആ ഒരു യെല്ലോ റെഡ് ലിപ്പിന്റെ വൈറ്റ് റെഡ് ലിപ്പാണിത്. ഇതും പെറ്റിലൊക്കെ റൗണ്ടാണ്, റൗണ്ട് പെറ്റല്. ഇതും സെൻസിറ്റീവ് ആണ് വെറൈറ്റി. ഇതിപ്പോ കണ്ടാൽ അറിയാം, ഈ മഴയത്തൊക്കെ ഇരുന്നിട്ട് കേടായിട്ട് നമ്മൾ ഈ ഫംഗിസൈഡ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മള് സാഫ് പിന്നെ ടഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡ് ഉണ്ട്. ഈ രണ്ടുമാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അതാണ് പച്ച കളർ വരുന്നത്. ആ പച്ച കളർ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഇന്ന് ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. ഈ 2 ദിവസം നല്ല മഴയായിരുന്നു. ഇതിന് ഈ ഫംഗിസൈഡ് കൊടുത്തില്ലെങ്കിൽ ഇത് എന്തായാലും ചീങ്ങി പോകും. അങ്ങനത്തെ വെറൈറ്റി. ഇതിന്റെ സംരക്ഷണം കൂടുതൽ വേണം അല്ലേ? ഇതിനൊക്കെ വേണം, സംരക്ഷണം വേണം. ഹൈബ്രിഡ് ഏതായാലും കുറച്ച് സംരക്ഷണം വേണം. ഇപ്പോഴും ഇതൊരു റയറാണ് എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പം ഇതിന്റെ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇതിന്റെ ലീഫൊക്കെ പോയിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള ലീഫൊക്കെയാണ് ഇതിന്. അതും സിംഗിൾ ഷൂട്ട്. ഇത് ബൾബ് ഫ്ലവറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ലീഫൊക്കെ പോയിട്ട് വെറും ബൾബ് മാത്രമാവും. പിന്നെയാണ് തളുത്ത് വരിക അല്ലേ? പിന്നെ തളുത്ത് വരെയുള്ളൂ. അതാ ഇത് ഏഞ്ചൽ യെല്ലോ. ഞങ്ങളുടെ യെല്ലോയില് നല്ലൊരു ഹൈബ്രിഡുമാണ്. നല്ലവണ്ണം നമുക്ക് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഏഞ്ചൽ യെല്ലോ. ഫ്ലവർ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ, ഓരോന്നിലും ബ്രാഞ്ചും വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എവിടെ നിന്നാലും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ പോകും. മഞ്ഞ കളറും കൂടി ആകുമ്പോൾ അതാ എവിടെയായാലും ഇത്രയും ചെടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ആ ഒരു മഞ്ഞയാണ് ശ്രദ്ധിക്കുന്നത്. അടിപൊളി വെറൈറ്റിയാണിത്. ഇതും അങ്ങനെ അത്ര മഴയത്ത് കേടാവത്തില്ല. ഇത് പിങ്ക് പ്രിൻസസ്, ഒരു തായ്ലൻഡ് വെറൈറ്റിയാണിത്. ഇത് ഫ്ലവർ വന്നിട്ട് ചെറിയ ഫ്ലവറും പിന്നെ അത്ര അങ്ങനെ ഫ്ലവറിങ് എപ്പോഴും ഉണ്ടാവാറില്ല. ഇതിൽ ആ ഒരു സീസണിലേ കാണാറുള്ളൂ. വെറി ഷൈൻ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തായ്ലൻഡ് വെറൈറ്റി ഒന്നുമല്ല, എന്നാലും നല്ലതായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി. ഇത് ഒരു 2-3 സ്റ്റെപ്പായിട്ട് ഫ്ലവർ ചെയ്യും. ഒരു സ്റ്റെപ്പ് ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അത് പോയിട്ട് വീണ്ടും അടുത്ത സ്പൈക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഇതിന്റെ സ്റ്റമ്പ് തിക്നെസ് കുറവായതുകൊണ്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കും. ഇത് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഐഡിയ വരുന്നത് ഓറഞ്ച് സ്റ്റാർ എന്നാണ്. ഇതിന്റെ ബിഗ് ഓറഞ്ച് സ്റ്റാർ ഉണ്ട്, ഏകദേശം ഫ്ലവർ ഇതേ ഷേപ്പിൽ. പക്ഷെ ഇതൊരു മിനിയേച്ചർ. തീരെ ലീഫും വന്നിട്ട് ചെറുതാണ്. ഫ്ലവർ സ്പൈക്ക് അത്ര പൊക്കത്തിൽ വരത്തില്ല. അങ്ങനെ ഒരു വെറൈറ്റി. ഇത് യെല്ലോ ക്വീൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഐഡിയ പറയുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയും ഇതിന്. ഇത് അങ്ങനെ തായ്ലൻഡ് വെറൈറ്റി ഒന്നും അല്ല, എന്നാലും
എല്ലാവരും പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പഴയ കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ വന്നിട്ട് കളർ ഇങ്ങനെ ചേഞ്ച് ആവും, പല കളറിലും വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോഴും അടുത്തിടെ വന്നിട്ട് ആരുടെ കയ്യിലും ഇല്ലാതായിട്ട് പിന്നെ നമ്മൾ ഇവിടെ അടുത്തടുത്തൊക്കെ ഉള്ള വെറൈറ്റിയൊക്കെ ഈ ഓരോ പ്ലാന്റ് കളക്ട് ചെയ്ത് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ്. ഇത് പണ്ടൊക്കെ വന്നിട്ട് അത്രയും ഫ്ലവർ ആവത്തില്ലായിരുന്നു. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, നന്നായിട്ട് ഫ്ലവർ ആകുന്നുണ്ട്. ഇതിന്റെ ഒരു ഡാർക്ക് വെറൈറ്റിയാണിത്. ഇതിൽ ആ പഴയ റെഡിനെക്കാളും ഫ്ലവർ വന്നിട്ട് എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്. അതിലും ഒരു ഡാർക്കായിട്ട് വരുന്നത്, അത്ര ഹൈറ്റും വരത്തില്ല. ഇതില് പെറ്റിലൊക്കെ അല്പം ഒരു റൗണ്ട് ആയിട്ട് മുഴുവനായിട്ട് വിരിയാത്ത രീതിയിലാണ് പറഞ്ഞത്. ഇതൊരു വെറൈറ്റി ആണല്ലേ? ഇതൊരു റെഡിന്റെ ഡാർഫാണ്. ഇതൊരു പുതുതായിട്ട് കിട്ടിയ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതൊരു ഫാൻസിയിലെ ആ ഒരു പ്ലാന്റ് ഷേപ്പിൽ ഫ്ലവർ വന്നിട്ടൊരു യെല്ലോ മെല്ലോ അങ്ങനെ ഒരു കളറിൽ വരുന്നതാണ്. ഇതിപ്പോൾ ഫ്ലവറായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഐവറി ഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതും അങ്ങനെ തായ്ലൻഡ് വെറൈറ്റി അല്ല, പക്ഷേ ഒരുപാട് ഫ്ലവർ തരും. ഇത് ഒരുപാട് സ്പൈക്ക് നല്ലതായിട്ട് വന്നിട്ട് ഇപ്പോൾ ഫ്ലവറിങ് കഴിയാറായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലവർ വരുന്നുണ്ട്. അടുത്ത ഒരുപാട് 2-3 സ്റ്റെപ്പായിട്ട് അങ്ങനെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ഐവറി ഷൈൻ അല്ലേ? ഐവറി ഷൈൻ. നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡ് പോട്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഈ പോട്ടിൽ നല്ലോണം ഡ്രെയിനേജ് ഉണ്ടോയെന്നാണ്. അതിനായിട്ട് ആദ്യം ഈ നല്ലോണം ഹോൾസ് ഉള്ള പോട്ട് തന്നെ എടുക്കണം. താഴത്തെ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോകുന്ന രീതിയിൽ ഹോൾസ് വേണം അതിന്. പിന്നെ പോട്ട് മിക്സ് എടുക്കേണ്ടത് കൂടുതലും ഞങ്ങൾ ചേർക്കുന്നത് മണലാണ്. ഈ വെള്ളം നന്നായിട്ട് വാർന്നു പോകും. അതും ചെറിയ ഗ്രാവൽ ചേർന്ന മണലാണ് എടുക്കുന്നത്. ഒരു 70% മണൽ തന്നെയാണ്. പിന്നെ കുറച്ച് മണ്ണ്, ഇലപ്പൊടി, ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, എല്ലുപൊടിയൊക്കെ കുറച്ച് മതിയാവും. ഇങ്ങനെയുള്ള ഒരു വളമാണ്, ജൈവവളങ്ങൾ ചേർത്തിട്ടുള്ള ഒരു പോട്ട് മിക്സ് ആണ് ചെയ്യുന്നത്. ഇത് പോട്ട് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ ചേർന്ന് പോവാതെ നോക്കണം. ഈ എടുക്കുന്ന മണ്ണായാലും കുറച്ച് കാലം ഇതിൽ വെള്ളം ഒഴിച്ചൊഴിച്ചൊക്കെ വരുമ്പോഴേ നന്നായിട്ട് ചേർന്ന് പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ വേറെ ഓടാനും ബുദ്ധിമുട്ടായിരിക്കും, കൂടുതൽ ഈർപ്പം അതിൽ നിൽക്കും. ഒഴിക്കുന്ന വെള്ളം നല്ല മുഴുവനായിട്ട് വാർന്നു പോകണം. നല്ല നീർവാർച്ച വേണം നന്നായിട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പോട്ട് മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ. ഇതിന് മഴയത്ത് വയ്ക്കുമ്പോഴായാലും അതിന് കൂടുതൽ മണ്ട ചീഞ്ഞ് പോകാതെയൊക്കെ ഇരുന്നോളൂ.